ദിവസവും ധ്യാനം ചെയ്യുന്നു, പക്ഷെ ഞാൻ 10 വർഷമായി ധ്യാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ വലിയ അഭ്യാസിയാണ് എന്ന് സ്വയം ഒരു പുതിയ രൂപത്തിൽ കാണുന്നില്ല. പരിശീലനം നടക്കുന്നു, ബോധം ആഴപ്പെടുന്നു, ആസക്തി കുറയുന്നു, പക്ഷെ ഇതെല്ലാം എന്താണ്, എന്റെ നേട്ടമാണ് എന്ന ധാരണ അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ അത്തരത്തിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേട്ടമായിരിക്കും. അപ്പൊ ആ നേട്ടത്തിനോടൊന്നും എന്താണ് നമുക്കൊരു അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോ യഥാർത്ഥ രൂപമല്ല ഇവിടെ, രൂപം ഇല്ല എന്നല്ല അർത്ഥമാക്കുന്നത്. രൂപം നമുക്ക് കാണാം, പക്ഷെ രൂപത്തിന് പിന്നിൽ ഇത് സ്വതന്ത്രമായി നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് എന്താണ് അവിടെ കാണാൻ പാടില്ല. അതുപോലെ തന്നെ ശ്രോതാപന എന്ന നാമം ഉപയോഗിക്കാം, പക്ഷെ ഇത് സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു ശ്രോതാപനം എന്ന് കണ്ടെത്താൻ കഴിയില്ല. അർഹത്ത് എന്ന നാമം ഉപയോഗിക്കാം, പക്ഷെ ഇത് സ്ഥിരമായ ഒരു സത്ത എന്ന് കണ്ടെത്താൻ കഴിയില്ല. അതിനാൽ നാമം നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ എന്താണ് ആ നാമത്തിനോട് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയോട് നമുക്ക് എന്താണ് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നു, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, പക്ഷെ ഞാൻ എന്താണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഞാനൊരു എക്സ്പേർട്ട് ആണ് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവാതിരിക്കണം. നമ്മൾ ശൂന്യ ചെയ്യുക, പക്ഷെ ഞാൻ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശൂന്യതയാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവാതിരിക്കുക. അതേപോലെ തന്നെ സ്പിരിച്വലായിട്ട് എന്താണ് നമുക്ക് വളർച്ച ഉണ്ടാവട്ടെ. നമുക്ക് ഡയമണ്ട് സൂത്ര പോലുള്ള സൂത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നു, പക്ഷെ നമ്മൾ എന്താണ് എനിക്കിപ്പോ ഇതെല്ലാം അറിയാം, ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ തരത്തില് നമുക്ക് എന്താണ് ആ ഒരു എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവം നമ്മളിലോട്ട് വരാതിരിക്കുക. അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഇതൊക്കെ എന്റേതാണ്, അല്ലെ, ആ തരത്തിലുള്ള, അല്ലെങ്കിൽ ഞാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന തരത്തിലുള്ള ഒരു ഉടമസ്ഥ ബോധം എന്താണ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്ക് നാമങ്ങളൊക്കെ ഉപയോഗിക്കാം, പക്ഷെ ആ നാമത്തിന്റെ പിന്നിലൊക്കെ ഒരു ഞാൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഞാൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിന്റെ ഇംപെർമനൻസ് മനസ്സിലാക്കുക. അത്തരത്തിൽ എന്താണ് നമ്മളുടെ ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അത് ഓക്കെ ആണോ? ചിലപ്പോ നമ്മളെന്താണ് നമ്മളുടെ ഡ്യൂട്ടി ചെയ്യുക, പക്ഷെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്തു, നമ്മൾ എന്തൊക്കെയോ നേടിയെടുത്തു എന്ന ആ ഒരു ഭാവം നമുക്കൊരിക്കലും ഉണ്ടാകാതില്ല. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താണ് എല്ലാവർക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം. എല്ലാവർക്കും അതൊക്കെ തന്നെ പറയാനുള്ള ആണെന്ന ഭാവം ആർക്കും പാടില്ല. ഞാനത് ഒരു നില എത്തി, ഞാൻ എന്നുള്ള ആ ഭാവം അവിടെ ആ ഞാൻ പ്രയോഗിക്കുമ്പം തന്നെ അതിനകത്തൊരു അഹംഭാവം ഉണ്ടാവും. അത് ഉണ്ടാകാൻ പാടില്ല. ഞാനെന്ന വാക്ക് എവിടെ വെച്ചാലും അതിനകത്തെല്ലാം ഉണ്ടാവും. അത് വലുത് അല്ല, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, എനിക്കിതെല്ലാം അറിയാം, അല്ലെ എന്നേക്കാ ആരുമില്ല, എല്ലാം എൻ്റെ കഴിവാണെന്നൊക്കെ തോന്നും. ആ ഞാനെന്നും എൻ്റെ എന്നൊക്കെ പറയുമ്പോ തന്നെ അവിടെ ഒരു അഹങ്കാര മനോഭാവം ഉണ്ടാവും. അതാണ് ഇതിനകത്തുനിന്ന് പഠിക്കുന്നത്, എനിക്ക് മനസ്സിലായത്. ഞാനെന്നുള്ള വാക്ക് അവിടുന്ന് മാറ്റി കഴിയുമ്പോഴത്തെ തന്നെ അതിനകത്ത് പകുതി ഇത് മാറും, അല്ലേ? ഇതിനകത്ത് മുഴുവൻ പഠിക്കാനുള്ളതും അത് തന്നെയാണ്. അറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നമ്മൾ പഠിക്കുന്നതിനകത്ത് എല്ലാ പ്രാവശ്യവും ഡയമണ്ട് സൂത്രം മുഴുവൻ പഠിച്ചാലും അതിനകത്ത് അങ്ങനെ പറയുന്നത്. ഓക്കെ, രാജൻ സാറേ. സാർ അനങ്ങുന്നില്ല. സാറേ മ്യൂട്ടാ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതില് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മള് പഞ്ചേന്ദ്രിയങ്ങളുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് ഫ്രീ ആകുമ്പോഴേക്ക് തന്നെ നമ്മളൊരു വലിയൊരു മാറ്റം വരും. ആ ഞാൻ എന്ന് പറയുന്ന ഭാവം കുറഞ്ഞുകൊണ്ടിരിക്കും. അത് വ്യക്തമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആത്മീയ യാത്രയിൽ പല സ്റ്റേജുകൾ ഉണ്ടാകാം. അതിൽ പല സ്റ്റേജുകളാണ് ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, അപ്പൊ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ്റെത് ആത്മീയ യാത്ര തുടരുക എന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല അതിനകത്ത്. അവിടെ എന്തെങ്കിലും നേടുന്നുണ്ടോ? നേടാനുള്ളത് തനിയെ വന്ന് വരുന്നതാണ്, വന്ന് ഭവിക്കുന്നതാണ്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ എന്താ പറയേണ്ടത്, അർഹത്ത് വരെ പോകുന്ന ആ ഒരവസ്ഥ. ഓക്കെ,
ഇതില് നമ്മൾ ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ ജേണി നമ്മൾ എൻജോയ് ചെയ്ത് പോവുക എന്നേ ഉള്ളൂ. അതിൽ നമ്മളെ സ്വയം അറ്റാച്ച് ചെയ്യരുത്. ദാറ്റ്സ് ഓൾ. കാരണം നിങ്ങൾക്ക് ആരും ഒന്നും തരുന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും നേടിയെന്ന് തോന്നാനും പാടില്ല. പക്ഷെ അതിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു സമയത്ത് നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റേജിലാണ് നമ്മൾ അതിൽ നിന്നെല്ലാം കംപ്ലീറ്റ് ഫ്രീ ആവുക. പക്ഷെ അതിൻ്റെ ഇടക്കെല്ലാം വരുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രീ ബുദ്ധൻ എടുത്ത എന്താ പറയുന്നത് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു ഒരുപാട്. അതേപോലെ എടുത്താണ് നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക. പക്ഷെ അദ്ദേഹം എത്തിയതുപോലെ നമുക്കൊന്നും എത്താൻ സാധിക്കില്ല, അത് വേറൊരു കാര്യം. ഓക്കെ, പക്ഷെ ഇതിലെല്ലാം നമ്മൾ സ്വയം അറ്റാച്ച് ചെയ്യരുത്, അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉയർന്ന അവസ്ഥ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ദാറ്റ്സ് ഓൾ, വേറെ ഒന്നുമില്ല. അത് തനിയെ എത്തിക്കോളും. എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നേടിയെന്ന് തോന്നാനും പാടില്ല. അതായത് മീൻസ് നമ്മൾ ഈ വേൾഡ്ലി തിങ്സ് ഉണ്ട്, ലൗകികമായിട്ടുള്ള ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല, അറ്റാച്ച്മെന്റ് പാടില്ല. അവനവന്റെ രൂപത്തോടും അവനവന്റെ ചുറ്റുപാടുകളും അല്ലെങ്കിൽ ഞാൻ എന്തും നേടി എന്ന് തോന്നുന്നത് തന്നെ അവനവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുകയാണ്, ബന്ധിച്ചു കിടക്കുക. അത് പാടില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ നേടിക്കഴിഞ്ഞിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഈ അഹം എന്ന് പറയുന്ന സംഭവം വന്നല്ലോ. ഓക്കെ, അതാണ് പറഞ്ഞത്, ഓരോ സ്റ്റേജിലും പഞ്ചേന്ദ്രിയങ്ങളിൽ നമുക്ക് സ്വയം മുക്തനാകാൻ പറ്റില്ല. പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിൽ നിന്ന് സ്വയം മുക്തി നേടുകയും വേണം. അതിന് പ്രാക്ടീസും വേണം, പരിശീലനവും വേണം. രണ്ടും രണ്ട്. പ്രാക്ടീസ് ഇൻ ദ സെൻസ് ഇതൊരു ടീച്ചിങ്, അതേസമയം ധ്യാനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു തരത്തിൽ ചെയ്യുകയും വേണം. ഓക്കെ, എങ്കിലേ നമുക്ക് ആത്മീയമായിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ആഴത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അതിനകത്ത് ഡിറ്റാച്ച് ചെയ്ത് പോവുകയും വേണം, ഓരോന്നും. ഫൈനലി എന്താ പറയണ്ടത്, ഇതൊരു ബെനഡിക്ഷൻ എന്നാ പറയാ, ഒരു അനുഗ്രഹമായിട്ട് വരികയേ ചെയ്യും. ഇറ്റ്സ് എ ബെനഡിക്ഷൻ, നമ്മൾ നേടുകയല്ലേ, ഇറ്റ്സ് എ ബെനഡിക്ഷൻ. കാരണം നമ്മുടെ ട്രൂ സെൽഫ് അറിയേണ്ട ആൾ അറിയുമ്പോൾ നമ്മളിലേക്ക് ആ ഒരു അനുഗ്രഹം വന്നു ചേരും. ഓക്കെ, നേടാനായിട്ട് പ്രവർത്തിക്കരുത്, പ്രവർത്തിക്കാം. അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പ്രാക്ടീസസ് വളരെയധികം സിൻസിയർ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു രാജൻ സർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? പറയുന്നയാളൊന്നും ഇല്ല ഇതിനകത്ത്. സുരഭി മാഡം നമ്മുടെ പ്രദീപൻ എവിടെ പോയി? പ്രദീപൻ സാർ എന്തോ ബഹളത്തിന്റെ ഇടയ്ക്ക് എത്തിയില്ല, വീട്ടിൽ കയറിയില്ല. ഓക്കെ, ഓക്കെ, എന്നാ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നടത്താം. അടുത്തതിൽ കാണാം. ഓക്കെ, പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞു. നിഷ മാഡം നിഷയുണ്ട് പറയാൻ പോകുന്നു. ആണാ, പറയട്ടെ. പറ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാനില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഹാപ്പി ഓണം. അടുത്ത ആഴ്ച കാണാം. ഓക്കെ, എല്ലാവർക്കും എല്ലാം ഹാപ്പി ആണ്. ഓക്കെ, താങ്ക് യു രമി ആൻറ്റി. താങ്ക് യു. Thank you.
കുഞ്ഞെ നോബാക്കിയല്ലേ